കൊട്ടിയൂർ വനത്തിലേക്ക് ഓടിക്കയറിയ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പായത്തോട് അച്ചേരിക്കുഴി രാജേഷാണ് മരിച്ചത്. അജീഷ് ജയകുമാർ കണ്ണൂരിലും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കൊട്ടിയൂർ വനത്തിനകത്തേക്ക് ഒരാൾ ഓടിക്കയറി എന്നൊരു വാർത്ത പുറത്തുവരുന്ന ഇന്നലെയായിരുന്നു. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ടായിരുന്നു. എന്താണ്, ആരാണ്, എന്തിനാണ് ഇങ്ങനെ വനത്തിനകത്തേക്ക് കയറിയതെന്നൊക്കെ. ഇപ്പോൾ ഈ മരിച്ചു എന്ന് പറയുമ്പോൾ ആ ദുരൂഹത ഏതുകയാണ്? എന്താണ് സംഭവിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അമ്പായത്തോട് കൊട്ടിയൂർ സ്വദേശിയായിട്ടുള്ള രാജേഷ്, 50 വയസ്സുണ്ട്. ഇയാൾ ഇന്നലെ ഭാര്യ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഈ കഴുത്തിന് സ്വയം മുറിവേൽപ്പിച്ചതിന് ശേഷമാണ് ഈ അമ്പായത്തോട്ടിലെ തേക്ക് പ്ലാന്റേഷനുള്ളിലേക്ക് ഓടിക്കയറിയത്. നാട്ടുകാരിൽ ചിലരാണ് ഇയാൾ ഓടിക്കയറുന്നത് കണ്ടത്. പിന്നീട് പോലീസിനെയും വനം വകുപ്പിനെയും ഒക്കെ വിവരം അറിയിച്ചു. ഇവർ ഇന്നലെ രാത്രി 8 മണിവരെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇയാൾ കൂടുതൽ വനത്തിനുള്ളിലേക്ക് കടന്നതിനെ തുടർന്ന് ഇന്നലെ രാത്രി 8 മണിയോടെ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചു. അവിടെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇയാൾ ഓടിക്കയറിയ ഭാഗം. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും 9 മണിയോടെ തെരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. ഈ വനം വകുപ്പിന്റെ തന്നെ കോമ്പിംഗ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡ് അടക്കം ഉള്ളവരെ എത്തിച്ചായിരുന്നു ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഇന്നലെ ഈ വൈകിട്ട് ഈ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഇയാളുടെ രക്തക്കറ പുരണ്ട ഒരു ടീഷർട്ടും ഈ പോലീസ് കണ്ടെത്തിയിരുന്നു. ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇയാളെ മരിച്ച നിലയിൽ കുറച്ചും കൂടി വനത്തിന്റെ ഉൾഭാഗത്തിൽ കണ്ടെത്തിയത്. ഇയാളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ തന്നെ മുറിവേറ്റിരുന്നു. കഴുത്തിന് സാരമായ മുറിവുണ്ടായിരുന്നു ഇയാൾ വനത്തിനുള്ളിലേക്ക് ഓടിക്കയറുമ്പോൾ. ആ വന്യമൃഗങ്ങൾ ആക്രമിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും പ്രാഥമികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയിലേക്ക് വനം വകുപ്പും പോലീസും കടന്നിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആ വിഷയത്തിൽ ഒരു തുടരന്വേഷണം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.